Hello, good evening. So നമ്മൾ ലാസ്റ്റ് ഡേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. Then we can manage .py lines എടുക്കാം. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നത്. സോ ഇവിടെ ഓൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ സെയിം പേജ് തന്നെയായിരിക്കും ലോഡ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൂട്ടർ നമ്മൾ കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. ഫെഡറൽ ആൻഡ് സ്പേസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓൾ റൈറ്റ്സ് റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് now.html ആണ്. സോ now.html നമുക്ക് കുറച്ച് now ബാറിൽ നമുക്ക് കുറച്ച് കറപ്ഷൻസ് ചെയ്യാം. now ബാർ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ li ടാഗിന് ശേഷം ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലിസ്റ്റ് ടാഗും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ യുവർ കാർട്ട് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ ഒരു കാർട്ടിന്റെ സിമ്പിൾ വരണം. ദെൻ ആ കാർട്ടിൽ നമ്മൾ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ കാണണം കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ. സോ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ഇത് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവാ. യുവർ കാർട്ട് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് ഓർഡർ ലിസ്റ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് പുതിയൊരു ഫയലും കൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിലാണ് എല്ലാ ലിങ്ക്സും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കുകൾ ഉണ്ടല്ലോ. അതായത് ഓരോ കാറ്റഗറീൻ്റെ ഓരോ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ ലിങ്ക്സ് വരണം. അതേപോലെ നമുക്ക് എന്താണ് ഓരോ പ്രൊഡക്ട്സിൻ്റെയും ഓരോ ലിങ്ക് ആയിട്ട് വരണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടന്റ് പ്രൊസസ്സർ എന്ന് പറയുന്ന ഒരു ഫയൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു പൈത്തൺ ഫയലാണ്. സോ എല്ലാ ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് സേവ് ചെയ്യുന്നത് കേട്ടോ. ലിങ്കിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മളിനി കണ്ടന്റ് പ്രൊസസ്സർ എന്ന് പറയുന്ന പുതിയ പൈത്തൺ ഫയലിലാണ് നമ്മൾ ആ ഒരു ഷോപ്പ് എന്ന് പറയുന്ന ആപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഷോപ്പ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫയൽ കൊടുക്കുക. ദെൻ ഫയലിൻ്റെ നെയിം കണ്ടന്റ് processors.py കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫയലിലാണ് എല്ലാ കാറ്റഗറി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ലിങ്ക്സിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഫയലിലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, കാറ്റഗറി എന്ന് പറയുന്ന മോഡലിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, കാറ്റഗറി എന്ന് പറയുന്ന ആ ഒരു ടേബിളിനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നമുക്കത് യൂസ് ചെയ്യണം. ഫങ്ഷനായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഡെഫ് കൊടുക്കുന്നുണ്ട്, മെനു അണ്ടർസ്കോർ ലിങ്ക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നോർമലി റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. സോ അത് വെച്ച് ഫില്ല് ചെയ്യുക. അതിനുശേഷം ലിങ്ക്സ് ഈക്വൽസ് കാറ്റഗറി ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുക്കുന്നുണ്ട്. അതായത് കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും, അതായത് എല്ലാ കാറ്റഗറിനുമാണ് നമ്മൾ ലിങ്ക് ആക്കുന്നത്. സോ കാറ്റഗറി ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുക്കുന്നുണ്ട്. സോ എല്ലാ ഒബ്ജക്ട്സും കാറ്റഗറി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സിനെയും നമ്മളിവിടെ ലിങ്ക്സിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കൊടുക്കുക. റിട്ടേൺ ഡിക്റ്റ് ഓഫ് ഡിക്ഷണറി ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. എന്താണ് ലിങ്ക്സ് ഈക്വൽസ് ലിങ്ക്സ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ആണ്. സോ ഈക്വൽസ് കൊടുക്കുന്നുണ്ട് ലിങ്ക്സ് ആയിട്ട്. നമ്മൾ ആ ഒരു ഡിക്ഷണറി ഫോമാറ്റിൽ ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുവാണ്, പാസ് ചെയ്യുവാണ്. ദെൻ നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യണം. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരില്ല. എന്താണ്, നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് py പോകണം. ദെൻ അതിൽ നമ്മൾ ടെംപ്ലേറ്റ്സിൽ കണ്ടന്റ് പ്രോസസ്സേഴ്സിനെയും കൂടി
ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു ഫംഗ്ഷൻ മെനു ലിങ്ക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ നെയിമും കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു ടെംപ്ലേറ്റ്സിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, settings.py ഓപ്പൺ ചെയ്യാം. ഇവിടെ settings.py എടുക്കുക, എന്നാലേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ ഇവിടെ ഉണ്ടോ ടെംപ്ലേറ്റ്സിൽ കോണ്ടെക്സ്റ്റ് പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു കാറ്റഗറി ഉണ്ട് ഓപ്ഷൻസിൽ. സോ അതിൽ താഴത്തേക്ക് പോവുക, എൻ്റർ അടിക്കുക, ഒരു ഭാഗത്തും കൂടി ആഡ് ഓൺ ചെയ്യുക. എന്താണ് നമ്മുടെ ആപ്പിൻ്റെ നെയിം, ഷോപ്പ് ഡോട്ട് കണ്ടന്റ് പ്രോസസ്സർ, നമ്മുടെ ആ ഒരു ഫയലിൻ്റെ പേര് കണ്ടന്റ് പ്രോസസ്സേഴ്സ് ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. എന്താണ് മെനു ലിങ്ക്സ് അല്ലേ, മെനു ലിങ്ക്സ് കൊടുക്കുക. ഇപ്പോഴാണ് അതിൻ്റെ ഒരു ലിങ്കിങ് കറക്റ്റ് ആയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്ക്സിനെ നമ്മുടെ ആ ഒരു nav.html അല്ലെങ്കിൽ nav ബാറിൽ നമുക്കത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മെനു ലിങ്കാണ് നമ്മളിനി കാറ്റഗറിയിൽ ഡോട്ടഡ് ആയിട്ട് വരുന്നതിന് പകരം നമുക്ക് പ്രോപ്പറായിട്ട് ലിങ്ക്സ് ആയിട്ട് തന്നെ വരണം. ലിങ്കാണ് താഴത്തേക്ക് നമുക്ക് വരേണ്ടത് അല്ലേ. സോ യുവർ കാർട്ടിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു കാറ്റഗറീസിനെ ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചാ മെത്തേഡിൽ ഫോർ ലൂപ്പ് ആണ് കൊടുക്കുന്നത്. കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഫോർ എന്ത് കൊടുക്കുക, ഫോർ കാറ്റിൻ ലിങ്ക്സ്, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്യാൻ വേണം. സോ കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എൻഡ് ഫോർ. ഓക്കെ, സോ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് എൻഡിങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടി കൊടുക്കാം. സോ ലിസ്റ്റ് ടാഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്, ഒരു ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്, ഹൈപ്പർ ലിങ്ക് ആയിട്ട് കൊടുക്കണമല്ലോ. ദെൻ hrefന്റെ അവിടെ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൽ cat ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ URL കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ആങ്കർ ടാഗിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് URL ഗെറ്റ് ചെയ്തെടുക്കാൻ പറയുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഗെറ്റ് URL എന്ന് പറയുന്ന ഫംഗ്ഷനും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ മോഡൽസിൽ അത് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ മോഡൽസിലാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ ക്ലാസ്സും ആട്രിബ്യൂട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത മോഡൽസിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്, മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ models.py എടുക്കുക. ഇതിൽ നമ്മൾ കാറ്റഗറീൻ്റെ അല്ലേ ഇപ്പം ആഡ് ചെയ്യുന്നത്. സോ കാറ്റഗറീൻ്റെ ക്ലാസിൻ്റെ ഉള്ളിൽ താഴത്തേക്ക് പോവുക, str കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡെഫ് ഗെറ്റ് URL കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സെൽഫാണ് കൊടുക്കുന്നത്. സോ സെൽഫ് കൊടുക്കുന്നുണ്ട്, കോളൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, റിട്ടേൺ റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ URL കറക്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റിവേഴ്സിൻ്റെ അവിടെ അത്ര വരും. സോ അത് ഇമ്പോർട്ട് ചെയ്യാം. ടോപ്പിക്ക് പോവാം, ഇത് കൊടുക്കുക, ഫ്രം Django dot URLs import reverse കൊടുക്കുക. സോ റിവേഴ്സിൻ്റെ അവിടുത്തെ അത്ര പോയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആപ്പിൻ്റെ നെയിം ഫസ്റ്റ് കൊടുക്കുക, ഷോപ്പ് കോളൻ. ദെൻ നമ്മുടെ URL നെയിം നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക. സോ പ്രൊഡക്ട്സ് ബൈ കാറ്റഗറി കൊടുക്കുന്നുണ്ട്. ദെൻ ആർഗ്യുമെന്റ്സ് സ്ലഗ് നമുക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. സോ ആർഗ്യുമെന്റ്സും പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ആപ്പ് നെയിം കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ URL നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് കൊടുത്തു, ആർഗ്യുമെന്റ്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് ലാസ്റ്റ് ഔട്ട്കം വന്നിരിക്കുന്നത് നമുക്കറിയണല്ലോ. URL വരുന്നുണ്ടോ എന്ന് അറിയണ്ടേ. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മൊഡ്യൂൾ നോട്ട് ഷോപ്പ് കണ്ടന്റ് പ്രോസസ്സർ. ഓക്കെ, ഏത് ഫയലിലാണ് വരാത്തതെന്നുള്ളത് നോക്കണം. നോ മൊഡ്യൂൾ നെയിം ഷോപ്പ് ഡോട്ട് കണ്ടന്റ് പ്രോസസ്സർ T കൊടുത്തിട്ടില്ല, അതാണ് ഇഷ്യൂ വന്നത്. ഏത് ഫയലാണ്. ഓക്കെ, വ്യൂസ് ഷോപ്പിൽ
views.pyയില് ലൈൻ നമ്പർ 26ലാണ് എറർ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. views.pyക്ക് പോവാ. റിട്ടേൺ render കാറ്റഗറി സി പേജ്. നമ്മൾ ആ നെയിം ഡിസ്പ്ലേ ചെയ്യാനുള്ള കൊടുത്തിട്ടുണ്ടായില്ല നാവ് ബാറിൽ. സോ അതും കൂടി ഇവിടെ കൊടുക്കണം. സോ ഡബിൾ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ക്യാറ്റ് ഡോട്ട് നെയിമും കൂടി കൊടുക്കുക. കർലി ബ്രാക്കറ്റ്സ്. സോ ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ URLs ചെക്ക് ചെയ്ത് നോക്കുക, വ്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക. വ്യൂസിൽ കാറ്റല് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കാറ്റഗറി ഡോട്ട് HTML കാറ്റഗറി സി പേജ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ട്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ കണ്ടന്റ് പ്രസ് ഐ തിങ്ക് സെറ്റിങ്സ് കൊടുത്തതിൽ പറ്റിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സോ സെറ്റിങ്സിലേക്ക് പോവാം. യെസ്, നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ കാറ്റഗറി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് മാത്രം ഇവിടെ ലോഡ് ആവുന്നുണ്ട്. കണ്ടോ, ബീട്രൂട്ട്, ക്യാരറ്റ് നമ്മൾ കൊടുത്ത വെജിറ്റബിൾസ് മാത്രമായിട്ട് ദെൻ കാറ്റഗറീൻ്റെ ആ ഒരു ഇമേജ് നമ്മൾ കണ്ടീഷൻ കൊടുത്തൊക്കെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഫിൽറ്ററിങ് ഇവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ദെൻ ഓൾ പ്രൊഡക്ട്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാനർ വരുന്നുണ്ട്. ദെൻ ഹെഡർ വരുന്നില്ല അല്ലേ. ഓൾ പ്രൊഡക്ട്സ് നാബാർ വന്നിട്ടുണ്ട്, ഹെഡർ വന്നിട്ടില്ല. സോ നമുക്കത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ കാറ്റഗറീൻ്റെ ഇമേജ് വലിയ സൈസിൽ കൊടുത്താലും മതി. പിന്നെ അവർ കളക്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഹൈപ്പർ ലിങ്ക് ഡയറക്ട്ലി എന്താണ് ഹോം പേജിലേക്കാണ് പോകുന്നത്. നമുക്ക് ഹെഡർ വരാത്ത എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഹെഡർ ഓപ്പൺ ചെയ്യുക. ആ സ്പെല്ലിങ് കറക്റ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. ദെൻ ഒരു കോമൻ കൂടി കൊടുക്കും. ദെൻ ഹെഡറിലേക്ക് പോകുന്നുണ്ട്. ഹെഡറിൽ സ്റ്റാറ്റിക് ഇമേജ് ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. ലോഗോൻ്റെ വിട്ടും ഹൈറ്റൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. ലോഗോൻ്റെ വിട്ടും ഹൈറ്റും ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. 100 അല്ല, ഞാൻ 130 ആക്കുന്നുണ്ട്. കുറച്ചും കൂടി ബിഗർ ആക്കുന്നുണ്ട്. ഓക്കെ, ഓപ്ഷണൽ ആണ് കേട്ടോ, കമ്പൽസറി അല്ല. ദെൻ നമുക്ക് ഒരു കാറ്റഗറീൻ്റെ സ്ലഗ് എന്താണോ അത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. റിഫ്രഷ് ചെയ്യാം. സൈസിന് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കാറ്റഗറി പേജിലേക്ക് പോയി കാറ്റഗറീൻ്റെ ഇമേജും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കാറ്റഗറി നെയിം, ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് വരുന്നുണ്ട്. ഓരോ ഐറ്റംസ് ഇൻക്ലൂഡിങ് ഇറ്റ്സ് പ്രൈസ്, നെയിം, ഐറ്റം നെയിമും അതിൻ്റെ പ്രൈസും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിൽറ്ററിങ് ചെയ്തത്. സോ നമ്മളിപ്പോൾ URL ആണ് ഇന്ന് ആഡ് ചെയ്തത്. URL എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു തരുന്നത്. വ്യൂസിൽ സ്പെസിഫിക്കലി നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്ന് നാവ് ബാറിൽ പുതിയ ലിങ്ക് ആഡ് ചെയ്തു. യുവർ കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റും ആഡ് ചെയ്തു ലിസ്റ്റ് ഐറ്റം ആയിട്ട്. അതേപോലെ കാറ്റഗറീസ് അനുസരിച്ചിട്ട് അതിൻ്റെ URLും കൂടി നമുക്ക് ഇവിടെ പാസ് ചെയ്ത് കിട്ടുന്ന രീതിക്ക് നമ്മൾ കൊടുത്തു. സോ ഹൈപ്പർ ലിങ്ക് നമുക്ക് മെനു ലിങ്ക്സ് ആയിട്ട് കാറ്റഗറീൻ്റെ ഓരോ ലിങ്ക്സ് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടന്റ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിലൊരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കംപ്ലീറ്റ് ഫംഗ്ഷൻ, അതായത് കാറ്റഗറീൻ്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻ അതിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത്.
ഒരു ഡിക്ഷണറി പോലെ ആക്കിയിട്ടുണ്ട്. സോ മെനു ലിങ്ക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടന്റ് പ്രോസസ്സേഴ്സിലെ കംപ്ലീറ്റ് ലിങ്ക്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്തു, തിരിച്ച് നാവ് ബാറിലേക്ക് പോയി ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ ലൂപ്പിൽ എന്താണ്, ആ ലിങ്ക്സ് എന്ന് പറയുന്ന ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. സോ അതിനെ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തു. അതിൽ കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഐറ്ററേറ്റിംഗ് വേരിയബിൾ ആണ് കാറ്റ്. സോ ആ ഒരു ഐറ്ററേറ്റിംഗ് വേരിയബിളിന്റെ URL ആണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്, ഗെറ്റ് URL. ഐ കൊടുക്കുന്ന പോലെ തന്നെ കാറ്റിന് പകരം ഐ കൊടുക്കണമെങ്കിൽ ഐ കൊടുക്കാം കേട്ടോ. ഐ ഡോട്ട് ഗെറ്റ് URL കൊടുത്തു. സോ ആ URL ഇവിടെ ലോഡ് ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് കാറ്റഗറിന്റെ നെയിമും അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത് നാവ് ബാറിൽ. ദെൻ നമ്മുടെ ബ്രൗസർ ചെക്ക് ചെയ്ത് നോക്കിയാൽ, നമ്മുടെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം എന്താണ് ഇവിടെ ഇപ്പോൾ ഒറ്റ കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു കാറ്റഗറീന്റെ നെയിം URL ആയിട്ട് നമുക്ക് വരുന്നത് കാണാൻ പറ്റും. സെയിം പേജിലേക്ക് തന്നെയാണ് റീഡയറക്ട് ചെയ്യുന്നത്. ദെൻ കാറ്റഗറീന്റെ ഇമേജ് കൊടുത്തത് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ വെജിറ്റബിൾസ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ഫൂട്ടറും വരുന്നുണ്ട്. ഓക്കെ, സോ ഹെഡർ കൊടുത്തതും വന്നിട്ടുണ്ട്, ഫൂട്ടറും വന്നിട്ടുണ്ട്, നാവ് ബാറും വന്നിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാറ്റഗറിയും കൂടി ആഡ് ഓൺ ചെയ്യാം. സോ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് വേറെ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. സോ എന്ത് ചെയ്യാം, അഡ്മിനിലേക്ക് കയറാം, ഒരു കാറ്റഗറിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് സ്ലഗ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇമേജ് വേണം. സോ ഞാൻ ഈ ഒരു ഇമേജ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട്സിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടന്റ് ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാറ്റഗറി ആഡ് ചെയ്യാൻ പോവാണ്. ഫ്രൂട്ട്സിൻ്റെ ഒപ്പം, സോറി വെജിറ്റബിൾസിൻ്റെ ഒപ്പം നമ്മൾ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും പോർഷൻ കോപ്പി ചെയ്യുന്നുണ്ട്. ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കിവി കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രൈസ് ആഡ് ചെയ്യാം, കാറ്റഗറി ആഡ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ആ ഒരു കാറ്റഗറി നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ആഡ് ചെയ്തു. ദെൻ ഇമേജ് ആണ് നെക്സ്റ്റ് വേണ്ടത്. ഓക്കെ,
ദെൻ ആ ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പ്രൊഡക്ട്സ് ഒരെണ്ണം ആഡ് ചെയ്തിട്ട് ഒരു കാറ്റഗറിയും അതേപോലെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എന്താ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫ്രൂട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന്റെ കാറ്റഗറി പിക്ചറും അതേപോലെ തന്നെ ആ ഒരു ഐറ്റം നെയിം അതിന്റെ പ്രൈസ് കൊടുത്തതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് കൊടുത്തത് 60 തന്നെയാണ്. സോ 60 നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതേപോലെ നിങ്ങൾ ഇനി കാറ്റഗറി ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ആക്ച്വലി നമുക്ക് ഇതേപോലെ അല്ല വേണ്ടത്. എങ്ങനെയാണ് മുകളിൽ മറ്റേ ഒരു ബാർ പോലെ നമ്മൾ ബൂട്ട് സ്റ്റാപ്പിൽ കണ്ടതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ബിഗിനിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു URL ജനറേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ എത്ര കാറ്റഗറി ആഡ് ചെയ്താലും നമുക്ക് ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് പേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ജസ്റ്റ് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ക്ലിക്ക് ചെയ്ത് നോക്കുക. സോ കറസ്പോണ്ടിങ് URL അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, നേരത്തെ നമ്മൾ മുമ്പൊക്കെ ആഡ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആഡ് എന്ന് പറഞ്ഞ് പോവായിരുന്നു അല്ലേ. ബട്ട് ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ആ ഒരു കാറ്റഗറി മാറുമ്പോഴും ഇവിടുത്തെ പാത്ത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ആ ഒരു മെനു ലിങ്ക്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് കറസ്പോണ്ടിങ് പേജിലേക്ക് തന്നെ കറക്റ്റ് റീഡയറക്ട് ചെയ്ത് പൊക്കോളും. ഓക്കെ, ആ റീഡയറക്ഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ്ലി കണ്ടന്റ് പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തത് കേട്ടോ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തത്. സോ നമ്മളിപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാറ്റഗറീസ് പ്രോപ്പറായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്രാക്കറ്റ്സ് ആഡ് ചെയ്തു, കാറ്റഗറി നെയിം കൊടുത്തിട്ടുണ്ടായി. ദെൻ ഓക്കെ, ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ്ലി കാറ്റഗറീന്റെ സ്ലഗ് ആഡ് സെർച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ഐറ്റംസ് ഒക്കെ കറസ്പോണ്ടിങ് കാറ്റഗറീസും ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൊഡക്ട്സ് പേജിൽ വേണം ഓരോ ഐറ്റവും മൂവ് ചെയ്യണം. അതായത് നമ്മുടെ വ്യൂവിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് വരണമല്ലോ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടൊക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ട്സ് പേജ് ഒന്നും കൂടി ഓരോ ഐറ്റംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഒന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ട് റെഡി ആക്കാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക, views.pyയിലേക്ക് പോകുന്നുണ്ട്. ഇതിപ്പോൾ കാറ്റഗറി എല്ലാ പ്രൊഡക്ട്സ് കാറ്റഗറി വൈസ് എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്യാനാണ്. ഇനി പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ എൻഡിക്ക് പോയിട്ട് അടിക്കുന്നുണ്ട്. സോ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫ് കൊടുക്കുക, പ്രോ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നുണ്ട്. സോ പ്രോ ഡീറ്റെയിൽ എന്നാലും മതി. ദെൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് കോമ നമ്മൾ എന്താണ് സ്ലഗും കൂടി, അതായത് കാറ്റഗറി സ്ലഗ് ഉണ്ടെങ്കിൽ കാറ്റഗറി സ്ലഗും അതേപോലെ പ്രൊഡക്റ്റിന് സ്ലഗ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സ്ലഗും പ്രൊഡക്റ്റ് സ്ലഗും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ട്രൈ എക്സെപ്ഷൻ കേട്ടിട്ടുണ്ടാവും. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ട്രൈ ബ്ലോക്കിന്റെ ഉള്ളിൽ ചിലപ്പോൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ്, ചിലപ്പോൾ എക്സെപ്ഷൻ വരാം, ബട്ട് കമ്പൽസറി അല്ല, മേ ബി വന്നേക്കാം. സോ അങ്ങനെ വരുവാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കാറ്റഗറീൻ്റെ സ്ലഗ് എന്ത് ചെയ്തു, സ്ലഗ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാറ്റഗറി സ്ലഗ് ആയിട്ട്. അതേപോലെ പ്രൊഡക്റ്റ് സ്ലഗ് ആയിട്ടും അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ കംപ്ലീറ്റ്ലി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു അബ്രിയേഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് എക്സെപ്ഷൻ ആണ് വരുന്നതെന്നുള്ളത് അത് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ റിട്ടേൺ ട്രെൻഡ് റിക്വസ്റ്റ് product.html കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കീ വാല്യൂ പാര ഡിക്ഷണറി ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇനി പ്രൊഡക്ട്സിന്റെ പേജ് സെപ്പറേറ്റ്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട. ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി വരണ്ടേ. സോ കാറ്റഗറി ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറീന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ആസ് ദ സെയിം വേ നമുക്ക് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ തന്നെയായിട്ടൊരു പേജ് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, product.html ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്. ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എക്സെപ്ഷൻ വരുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ എന്താണോ അത് റേസ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതല്ല എക്സെപ്ഷൻ വരുന്നില്ലെങ്കിൽ എന്താണ്, ആ ഒരു പ്രൊഡക്ട്സിനെ എടുക്കുക. ദെൻ നമ്മൾ അത് ചെയ്യുന്നുണ്ട്, product.html എന്ന് പറയുന്ന ഫയലിലേക്ക് പാസ് ചെയ്യാൻ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്.
സോ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന ആ ഒരു ഫയൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ന്യൂ ഫയൽ കൊടുക്കുന്നുണ്ട് പ്രൊഡക്റ്റ്. ഓക്കെ, പ്രൊഡക്റ്റ് ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലിക്ക് ചെയ്യുക. പുതിയ എച്ച് ടി എം എൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി പ്രൊഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇനീഷ്യലി ചെയ്യുന്ന പോലെ തന്നെ കേർലി ബ്രാക്കറ്റ് പെർസെൻറ്റേജ് കൊടുക്കുക, എക്സ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണം. സോ തുടങ്ങാം. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എന്ത് കൊടുക്കുക, എക്സ്റ്റൻസ് കൊടുക്കുക. ബേസ് ഡോട്ട് എച്ച് ടി എം എൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കുക, ലോഡ് സ്റ്റാറ്റിക് കൊടുക്കുക, എക്സ്റ്റൻസ് കൊടുത്തു, ലോഡ് സ്റ്റാറ്റിക് കൊടുത്തു. ഇനി നമുക്ക് എന്താണ് ബ്ലോക്ക് കണ്ടന്റ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. സോ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുന്നുണ്ട്, ബ്ലോക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആ ഒരു ബ്ലോക്ക് കണ്ടന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈ ഒരു മെറ്റാ ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ അതിനൊരു ലിമിറ്റ് കൊടുക്കുന്നുണ്ട്, ട്രങ്കേറ്റ് ചെയ്യാനുള്ള ഒരു ലിമിറ്റും കൂടി നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. സോ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക പ്രൊഡക്റ്റ്, അതായത് പാസ് ചെയ്യുന്ന വാല്യൂ ഡോട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ആ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് അവിടെ വരേണ്ടത്. ഡിസ്ക്രിപ്ഷൻ ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, കണ്ടീഷൻ കൊടുക്കുവാണ്, ട്രങ്കേറ്റ് വേർഡ്സ് കോളൻ എത്ര വേർഡ്സ് വെച്ചിട്ടാണ് ട്രങ്കേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ 155 ആണ് കൊടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. then അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ബ്ലോക്ക് കണ്ടന്റ് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യും കൂടെ വേണം, അത് കമ്പൽസറി ആണ്. എന്ത് കൊടുക്കുക, എൻഡ് ബ്ലോക്ക് കൊടുക്കുക. സോ എൻഡ് ബ്ലോക്ക് കൊടുത്തു. then അതിന് ശേഷം നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യണം. സോ കേർലി ബ്രാക്കറ്റ് ബ്ലോക്ക് ടൈറ്റിൽ കൊടുക്കുക. ബ്ലോക്ക് ടൈറ്റിലിനുള്ളിൽ പ്രൊഡക്റ്റ് നെയിം കൊടുക്കണം, ബട്ട് നമ്മളോട് കണ്ടീഷനും കൂടി കൊടുക്കാനുണ്ട്. അതായത് എന്താണ് കാറ്റഗറി ഉണ്ടെങ്കിൽ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. ഇഫ് കാറ്റഗറി ഉണ്ടെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് നെയിമിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഹൈഫൺ ഇടാം. ഷോപ്പിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ആ എൻഡിഫ് അവിടെ കൊടുക്കുക. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾസ് എൻഡിഫ് കൊടുക്കുക. സോ ആ ഒരു ടൈറ്റിലിൻ്റെ ബ്ലോക്കാണ് നമ്മൾ കൊടുത്തിരുന്നത്. സോ അത് എൻ്റെ ബ്ലോക്ക് കൂടെ വന്നിട്ടില്ലേന്ന് ക്രോസ് ചെക്ക് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് ഇൻഡൻറ്റേഷൻ ഒന്ന് കറക്റ്റ് ചെയ്താലും മതി. സോ ആ കൺഫ്യൂഷൻസ് അങ്ങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തായിരുന്നു, അതേപോലെ ബ്ലോക്ക് ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ എന്താണ് ബ്ലോക്ക് കണ്ടന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ബ്ലോക്ക് കണ്ടന്റ് കൊടുക്കുമ്പോൾ എന്താണ് ഇന്നർ കണ്ടന്റ് ആണ് അല്ലേ. സോ കുറച്ച് ഡിവും കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാനുണ്ട്. സോ ഒരു ഡിവ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഡിവും കൂടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഇനി നമുക്കൊരു പി ടാഗ് കൊടുക്കണം, ഒരു ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. ആങ്കർ ടാഗ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു URL ഉണ്ടല്ലോ, കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ URL, അതായത് ആ ഒരു പാത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾപ്രോഡ് കാറ്റഗറീനെ ഇവിടെ കണക്ട് ചെയ്യുവാണ്. സോ സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഷോപ്പ് കോളൻ ഫംഗ്ഷൻ്റെ നെയിം ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തു, ഓൾപ്രോഡ് കാറ്റ് ലോവർ കേസ് ആണ്. ദെൻ URLസിൽ എന്താ കൊടുത്തിരിക്കുന്നത്,
പ്രൊഡക്ട്സ് ബൈ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓൾ പ്രൊഡക്റ്റ് കാറ്റഗറി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ പി അപ്പർ കേസ് ആണ്, സിയും അപ്പർ കേസ് ആണ്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. ഓൾ ഫ്രൂട്ട് കാറ്റ്. സോ എല്ലാ പ്രൊഡക്റ്റിനെയും കാറ്റഗറി നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈപ്പർ ലിങ്ക് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? ഹോം കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ടാഗ് കൂടി കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലിങ്ക് ആങ്കർ ടാഗ് കൊടുക്കുക. HRFന്റെ അവിടെ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക? പ്രൊഡക്റ്റ് ഡോട്ട് കാറ്റഗറി ഡോട്ട് നമ്മുടെ ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, ഗെറ്റ് ഫംഗ്ഷൻ, ഗെറ്റ് URL കൊടുക്കുന്നുണ്ട്. ദെൻ ഗെറ്റ് URL കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? പ്രൊഡക്റ്റിന്റെ കാറ്റഗറിയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് കൊടുക്കുക? ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് പ്രൊഡക്റ്റ് ഡോട്ട് അതിൻ്റെ കാറ്റഗറിയിലത് നെയിം, സോ കാറ്റഗറി കൊടുക്കുന്നുണ്ട്. സോ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി നെയിംസ് ആയിരിക്കും നമുക്ക് അവിടെ URL ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കുന്നത്. ദെൻ ആങ്കർ ടാഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് പ്രൊഡക്റ്റ് നെയിമും കൂടി, കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് നെയിമും കൂടി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് പ്രൊഡക്റ്റ് ഡോട്ട് നെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു നെയിമും കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദെൻ അതിന് ശേഷം നമ്മൾ 2 ഡിബും ക്ലോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു BR ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക, നെക്സ്റ്റ് ഡിവ് ടാഗ്സ് ഓപ്പൺ ചെയ്യുക. ഒരു ഡിബ് കൊടുത്തു, സെക്കൻഡ് ഡിബ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഡൻറ്റേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ സെക്കൻഡ് ഡിബിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇമേജ് ടാഗ് ആണ് കൊടുക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കൊടുക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക? പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL കൊടുക്കുക. സോ ആ ഒരു ഇമേജിൻ്റെ URL ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ആൾട്ടിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? പ്രൊഡക്റ്റ് നെയിം തന്നെ പാസ് ചെയ്ത്. സപ്പോസ് ആ ഒരു ഇമേജ് വിസിബിൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യണമല്ലോ, സോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ദെൻ 2 ഡിബും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അഡീഷണൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കണ്ടേ? പ്രൊഡക്റ്റ് നെയിം, സ്റ്റോക്ക്, കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് 2 ഡിബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 2 ഡിബ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൽ പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക. സോ പ്രൊഡക്റ്റ് ഡോട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് നെയിം എടുത്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടി, പ്രൊഡക്റ്റിൻ്റെ ബാക്കി ഫർദർ ഡീറ്റെയിൽസും കൂടി നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ട് P ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. P ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യാം, അല്ല വേറെ റുപ്പീ സിമ്പിൾ ആണെങ്കിൽ അത് ജസ്റ്റ് ബ്രൗസ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഡോളർ സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൊടുക്കുക, പ്രൊഡക്റ്റ് ഡോട്ട് പ്രൈസ് കൊടുക്കുക. ഓക്കെ, സോ പ്രൊഡക്റ്റ് പ്രൈസ് നമ്മളവിടെ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണം നമുക്ക്. സോ അതിന് വേണ്ടിയിട്ട് P ടാഗ് കൊടുക്കുന്നുണ്ട്. ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം പ്രൊഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓക്കെ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഓക്കെ, കണ്ടന്റ് ആയിട്ട് കൊടുക്കാം, ടൈറ്റിലായിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഒരു P ടാഗ് കൂടി ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്.
ദെൻ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം തൊട്ട് താഴെയായിട്ട് എന്ത് കൊടുക്കും, നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. സ്റ്റോക്ക്, അതായത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നൊക്കെയുള്ളത് നമ്മൾ കാണിക്കണമല്ലോ. നമ്മുടെ കയ്യിൽ ആ ഒരു ഐറ്റം ഉണ്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണോ എന്നൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ, ചിഞ്ച മെത്തേഡിൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ സ്പേസ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, ഇഫ് പ്രൊഡക്റ്റ് ഡോട്ട് സ്റ്റോക്ക്, സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. പ്രൊഡക്റ്റ് ഡോട്ട് സ്റ്റോക്ക് ലെസ് ദാൻ ഓർ ഈക്വൽസ് എന്താണ് 0 ആണെങ്കിൽ എന്താണ് നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു പി ടാഗ് കൊടുക്കുന്നുണ്ട്. പ്രൈസ് അല്ല, നമുക്കത് കണ്ടന്റ് കൊടുക്കാം, എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. സോ അത് ഇച്ചിരി ബോൾഡായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ബി ടാഗ് കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൽ എന്ത് കൊടുക്കുക, ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട്. അതായത് സപ്പോസ് നമ്മുടെ ഐറ്റം, അതായത് പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് അവൈലബിൾ അല്ലെങ്കിൽ എന്ത് വരണം, നമുക്ക് അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആയിരിക്കണം അവിടെ വരേണ്ടത്. ആ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് കൊടുക്കുക, നമുക്കിനി ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, അതൊരു പി ടാഗിൻ്റെ ഉള്ളിൽ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ അത് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. സോ നെക്സ്റ്റ് എന്ത് കൊടുക്കുക, എൽസ് കണ്ടീഷൻ കൊടുക്കണം. ഓക്കെ, സോ എൽസ് കണ്ടീഷനിൽ നെക്സ്റ്റ് എന്താണ് കൊടുക്കുന്നത്, നമ്മൾ ഒരു എ ടാഗ് കൊടുക്കുന്നുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് ആഡ് ടു കാർട്ട് കൊടുക്കുക. എന്ത് കൊടുക്കുക, ഒരു ടാഗ് സ്പേസ് ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. AHRFൻ്റെ ഉള്ളിൽ ഇപ്പൊ കണ്ടൊന്നും കൊടുക്കുന്നില്ല. ആഡ് ടു കാർട്ടിന് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആഡ് ടു കാർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ എ ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഫ് കഴിഞ്ഞു, എൽസ് കഴിഞ്ഞു, ദെൻ കർലി ബ്രാക്കറ്റ്സ് ആൻഡ് ഇഫ് കൊടുക്കാം. സോ നമ്മൾ ആ ഒരു ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഡിവ് എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബ്ലോക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാനും കൂടി മറക്കരുത്. സോ ഏറ്റവും താഴെ എന്ത് ചെയ്യുക, ബ്ലോക്ക് കണ്ടന്റ് ക്ലോസ് ചെയ്യുകയും കൂടെ ചെയ്യുക. എൻഡ് ബ്ലോക്ക്. ഓക്കെ, സോ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, URL ആഡ് ചെയ്യണം. സോ ആപ്പിൻ്റെ URLസിലേക്ക് പോവുക. ബിക്കോസ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ പാത്ത് അതൊന്ന് റെഡിയാക്കാനുണ്ട്. ബിക്കോസ് നമ്മൾ 2 സ്ലഗ് ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ C സ്ലഗ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാറ്റഗറീൻ്റെ സ്ലഗ് നമ്മുടെ ആ URL ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായി. ബട്ട് ഇവിടെ വരുമ്പോൾ C സ്ലഗും ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ സ്ലഗും ഉണ്ട്. 2 സ്ലഗ്സ് വരും. അത് രണ്ടും നമുക്ക് URL വേണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റർ അടിക്കുക. പാത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പാത്ത് സിംഗിൾ കോട്ട്സിൽ സ്ലഗ് C സ്ലഗ് കൊടുക്കണം. അതേപോലെ തന്നെ സ്ലാഷ് പ്രൊഡക്റ്റ് സ്ലഗും കൂടെ കൊടുക്കാനുണ്ട്. ദെൻ പ്രോ ഡീറ്റെയിൽസിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മളത് കൊടുക്കുന്നത്. സോ ഈ ഒരു പാത്താണ് ഞാൻ കൊടുക്കുന്നത്. സോ വ്യൂസ് ഡോട്ട് പ്രോ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് നെയിമും കൂടി കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു വ്യൂ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത പ്രോ ഡീറ്റെയിൽ എന്ന് പറയുന്ന വ്യൂയ്ക്കാണ് അത് കണക്ട് ആവുന്നത്. ദെൻ ആ ഒരു പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോഡൽസിൽ ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. ബിക്കോസ് പ്രൊഡക്റ്റിൻ്റെ ഗെറ്റ് URL നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. സോ മോഡൽസ് ഡോട്ട് py എടുക്കുക. ഈ ഒരു ഗെറ്റ് URL നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട്. സോ കാറ്റഗറീൻ്റെ URL ഒക്കെ റെഡി ആയിരുന്നു. ആസ് ദ സെയിം വേ നമുക്ക് പ്രൊഡക്റ്റിലും URL കൊടുക്കാനുണ്ട്. സോ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, പുതിയൊരു ഫംഗ്ഷൻ ഡെഫ് ഗെറ്റ് അണ്ടർസ്കോർ URL കൊടുക്കുന്നുണ്ട്. ദെൻ റിവേഴ്സ് ഷോപ്പിൻ്റെ
കൊടുക്കുന്നുണ്ട്. പ്രോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു വ്യൂക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് കാറ്റഗറിയിലത്തെ സ്ലഗും അതേപോലെ തന്നെ അതിലത്തെ സെൽഫ് സ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടല്ലോ, ആ കാര്യങ്ങളാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുക, കാറ്റഗറി ഡോട്ട് HTML പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ഒരു ഇമേജ് URL അവിടെ നമ്മൾ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ടാവില്ലേ, പാത്ത് കൊടുത്തിട്ടുണ്ടാവില്ലേ. സോ അതും കൂടി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം, റിഫ്രഷ് ചെയ്യാം. ഇമേജിന്റെ ഇപ്പോൾ ഹൈപ്പർ ലിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക, കണ്ടോ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഒരു ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്, ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, സെയിം പേജ് തന്നെയാണ് ലോഡ് ആവുന്നത്. സോ നമുക്കത് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സോ കാറ്റഗറീൻ്റെ പേജിലേക്ക് പോകണം. ഇമേജിൻ്റെ പാത്ത് നമ്മൾ ഇത് തന്നെ കൊടുത്തെന്ന് തോന്നുന്നു. സോ കാറ്റഗറി ഡോട്ട് HTML പോവുക. അതിൽ പ്രൊഡക്റ്റ് ഇമേജിൻ്റെ URL ഉണ്ടാവും, ബാനർ കഴിഞ്ഞിട്ട്. ഓക്കെ, പ്രൊഡക്റ്റ് ഡോട്ട് ഇമേജ് ഡോട്ട് URL എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. സോ അതിന് പകരം നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് നെയിം SRCയുടെ ഇമേജ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ, ഇമേജിന്റെ URL ആണ് അവിടെ കണക്ട് ചെയ്യുന്നത്. HRF നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. സോ അവിടെ ഡബിൾ കർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ URL കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ URL കൊടുത്തു. അത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ഈ ഒരു HRF നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓൾ പ്രൊഡക്ട്സിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ മെയിൻ പേജിലേക്ക് പോകുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. ടെംപ്ലേറ്റ് സിൻടാക്സ് എറർ ലെസ് ദാൻ, ഓക്കെ അതൊന്ന് സ്പേസ് ഇടേണ്ട ഇഷ്യൂ ഉള്ളൂ. എങ്ങോട്ടേക്ക് പോവാ, നമ്മുടെ പ്രൊഡക്റ്റ് ഡോട്ട് HTML പോവാ. ഒരു സ്പേസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവും. സോ ഇവിടെ പോവാ, പ്രൊഡക്ട്സ് ഡോട്ട് HTML പോവാ. ഓക്കെ, ഇവിടെയുണ്ട് സ്റ്റോക്കിൻ്റെ അവിടെ. സ്റ്റോക്കിൻ്റെ നെയിം കറക്റ്റ് അല്ലേ, നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് സ്റ്റോക്ക് കറക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്പേസിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യാം, ഒരു സ്പേസ് കീപ്പ് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കാം. ഓക്കെ, തന്നെ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാം. ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ഇപ്പം എന്താ ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കണ്ടോ, പാത്തൊന്നും കണ്ടോ, ഹോം വെജിറ്റബിൾസ് ഇവിടെ താഴെ കണ്ടോ. ഇവിടെ ഹോമിക്ക് നമ്മുടെ ബ്രൗസർ പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നമുക്ക് എന്ത് കാണാം, നമ്മുടെ URL നമുക്ക് അവിടെ വിസിബിൾ ആവുന്നത് കാണാൻ പറ്റും. 127.0.0.1:8000 എന്നുള്ള ആ ഒരു URL നമുക്ക് കാണാൻ പറ്റും. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എന്താണ്, വെജിറ്റബിളിന്റെ URLിലേക്ക് കണക്റ്റഡ് ആണ്. ദെൻ ബീട്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ആണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഇനി ബാക്ക്വേർഡ്സ് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നാവ് ബാർ നമ്മൾ കൊടുത്തതുണ്ട്, അതേപോലെ തന്നെ താഴെ നമ്മൾ എന്താണ് URLും കൊടുത്തതുണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് പ്രൈസ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, ദെൻ ആഡ് ടു കാർട്ട് ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് എന്താണ് കാറ്റഗറി, അതായത് കാർട്ട് ഐറ്റംസ് എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നമുക്ക് ഒരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ദാൻ 0 ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. സോ ബീട്രൂട്ടിൻ്റെ സ്റ്റോക്ക് 0 ആക്കുന്നുണ്ട്. സേവ് കൊടുക്കുക. ഓക്കെ, റിഫ്രഷ് ചെയ്യുക. കണ്ടോ, ആഡ് ടു കാർട്ട് എന്നുള്ള ഹൈപ്പർ ലിങ്ക് മാറിയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് അവിടെ വരുന്നുണ്ട്. സോ ഇതേപോലെ നമ്മുടെ ഐറ്റംസിന് ഇൻഡിവിജ്വലി ഒരു പ്രൊഡക്ട്സ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കാറ്റഗറിക്കും പ്രൊഡക്ട്സിന് നമ്മൾ എന്ത് ചെയ്തു, URLs സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ മെനു ലിങ്ക്സ് യൂസ് ചെയ്തിട്ട്, മെനു ലിങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടന്റ് പ്രൊസസ്സറിൽ കൊടുത്തിട്ടാണ് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ടെംപ്ലേറ്റ് സിൻടാക്സ് എറർ, നമുക്ക് നേരത്തെ ഒരു ടെംപ്ലേറ്റ് സിൻടാക്സ് എറർ വന്നിരുന്നു. ഇതിപ്പോൾ തൊട്ട് മുമ്പായിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്പേസ് കൊടുക്കാത്ത തന്നെയായിരുന്നു. ഇത് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഇവിടെ അടുപ്പിച്ച് കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന് കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. ജസ്റ്റ് അവിടെ സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ പോവും. പിന്നെ ഇവിടെ
നോ റിവേഴ്സ് മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു നമുക്ക് മുമ്പ് വന്നിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവിന്റെ നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തതിന്റെ ആയിരുന്നു നോ റിവേഴ്സ് മാച്ച് വന്നിരുന്നത്. ഓൾ പ്രോഡ് കാറ്റ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിവേഴ്സ് നമ്മൾ പാത്ത് കൊടുത്തിരുന്നില്ലേ models.py ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ആ ഒരു റിവേഴ്സ് വരുന്നതിൻ്റെയാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. കാറ്റഗറി .html ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ ചേഞ്ചസ് വരുത്തിയിട്ടില്ലായിരുന്നു. ഐ തിങ്ക് product.html തന്നെയാണ്. ഇമേജിന് നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഷോപ്പ് കോളൻ ഓൾ പ്രോഡ് കാറ്റിൽ എ അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എറർ വരും. സോ നോ റിവേഴ്സ് മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എറർ ആയിരിക്കും. അത് ആ പാത്ത് കൊടുത്തതിന്റെ ഇഷ്യൂ ആണ്. പാത്ത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. സോ URL ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത ഒരു പ്രൊജക്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂസ്. ദെൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് മസ്റ്റ് ആയിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ കണ്ടന്റ് കൊടുത്തതാണ്. നമുക്ക് ഐറ്റംസ് 0 ആയിട്ട് വരുമ്പോഴേ ഔട്ട് ഓഫ് സ്റ്റോക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഐറ്റംസിന് ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുന്നിടത്ത് പ്രോപ്പർ ആയിട്ട് ആഡ് ടു കാർഡ് എന്നുള്ളൊരു ലിങ്ക് വരുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ അഡീഷണലി നമ്മൾ യൂസ് ചെയ്തത് കണ്ടന്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു, പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ദെൻ പ്രൊഡക്ട്സിന്റെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കാറ്റഗറി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നാവ് ബാറിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയായിരുന്നു. എന്തായിരുന്നു നാവ് ബാറിൽ നമ്മൾ ആ ഒരു cat.get_url, അതായത് ആ കണ്ടന്റ് പ്രൊസസ്സർ നമ്മൾ കണക്ട് ചെയ്തിരുന്ന ആ ഒരു URL നമ്മൾ ഓരോ കാറ്റഗറി വൈസ് ഫോർ ലൂപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഓരോ കാറ്റഗറീന് ഓരോ URL ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ അപ്ഡേഷൻസ് വരും. നമ്മൾ അന്ന് ബൂട്ട് സ്റ്റാപ്പിൽ കണ്ടതുപോലെ ഈ ഐറ്റംസിനെ കംപ്ലീറ്റ്ലി ഒരു നാവിഗേഷൻ നാവ് ബാറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ ഇനി മോഡിഫിക്കേഷൻ വരാനുണ്ട്. നമ്മൾ ബേസിക്സ് ലെവൽ ആയതുകൊണ്ട് ഇങ്ങനെ കൊടുത്തു എന്നുള്ളൂ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ആ ഒരു കളക്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് പോകുന്നില്ലേ, നമ്മുടെ ബാനർ വരുന്നില്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ പ്രൊഡക്ട്സിലെയും ഹൈപ്പർ ലിങ്ക് വരുന്നില്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഇതിൽ ചെയ്യാനുള്ളത് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസിന് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് ഇവിടെയും കാണിക്കുന്ന രീതിക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ അതൊക്കെ നമുക്ക് അപ്കമിങ് ക്ലാസ്സസിൽ നമുക്ക് ചെയ്യാം. ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം കേട്ടോ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഇന്ന് ചെയ്തതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. അതിനകത്തേക്ക് ആ ഒരു പ്രൊഡക്ട്സിന്റെ ആ ഒരു പേജ് ആഡ് ചെയ്തതും കൂടി നമ്മൾ ചെയ്തിട്ടുള്ളൂ. ദെൻ കണ്ടന്റ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു ആ ലിങ്ക്സിന് ഐറ്ററേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അത്രയും നമ്മൾ അഡീഷണലി ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നോർമലി ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് URL കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. ദെൻ URL കൊടുത്തതിൽ നമ്മൾ CSlug ഒരു സ്ലഗിനെ URL ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് urls.py നമ്മൾ ആ പാസ് ചെയ്യുന്ന ആ വാല്യൂസിനെ നമ്മൾ ഇവിടെയും കൂടെ കൊടുത്തത്. ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റിന്റെ സ്ലഗ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ URLസിൽ ആ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സോ ആ പ്രൊഡക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ URL ഏത് കാറ്റഗറിയിലാണ് അത് വരുന്നതെന്നും കൂടി നമ്മൾ URL ഇതേപോലെ ആഡ് ഓൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ urls.py ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാറ്റഗറി വൈസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ മാത്രം ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കാറ്റഗറി സ്ലഗും കൂടി ആഡ് ഓൺ ചെയ്ത് വരും. സോ അത് പ്രോ ഡീറ്റെയിൽ ആണ് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സ്ലഗും കാറ്റഗറി സ്ലഗും ഉണ്ടാവും. ഓൾ പ്രോഡ് കാറ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ CSlug മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. സോ അത് നമ്മൾ URL കൊടുക്കുന്നതിനനുസരിച്ച് വാരി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമുക്കും കൂടി ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ഡൗട്ട്സ് വരുവാണെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.